ഭൂരിപക്ഷം പേരും മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സ് ഫീമെയിൽ ആണ്. നേഴ്സിൽ ഒരു 90% ഫീമെയിൽ ആണ്. എന്നിട്ട് ഇവർ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ അവരിങ്ങനെ പോയി, ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നത്. അവരിങ്ങനെ നോക്കി ഒരു ഒരു കാമ കണ്ണുകളിൽ ഇങ്ങനെ നോക്കും അവരെ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഈ വെള്ളം അടിച്ചിട്ട് ആക്രമിച്ചത്. അതും അതിക്രൂരമായി. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നതെന്ന് ആലോചിക്കണേ. അതിക്രൂരമായി എന്ത് തെറ്റ് ചെയ്തു ഇവര്? ഡോക്ടേഴ്സ് എന്ത് തെറ്റ് ചെയ്തു? ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് വിശ്രമിച്ചാണോ? നാളെ ഇനി ഒരുപാട് സ്റ്റേറ്റിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അവരിത് അറിഞ്ഞിരിക്കണം. കാരണം അവര് സേഫ് അല്ല. ഇവിടെ അവർ സേഫ് അല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഹോസ്പിറ്റൽസ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എപ്പോഴും. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കൊൽക്കത്തയിൽ ഇത്രയും ഡോക്ടർമാരെ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ വന്ദന ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ്, പേഷ്യന്റ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു ക്രൈം നമ്മുടെ കേരളത്തിലും നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഡിസ്കസ് ചെയ്തു. അന്ന് ഒഫീഷ്യലി പറഞ്ഞൊരു കാര്യമാണ്, മീഡിയാസിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, മെഡിക്കൽ സ്റ്റാഫിനെ, പേഷ്യൻസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതെന്ന്. ദെൻ വാട്ട് ഹാപ്പൻഡ് ഇൻ കൽക്കട്ട? ഇന്നിപ്പോ കൽക്കട്ടയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കൊൽക്കത്തയിൽ ആർജി കാർ മെഡിക്കൽ കോളേജിൽ നടന്നൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. 36 മണിക്കൂർ കഷ്ടപ്പെട്ട് ഡ്യൂട്ടി ചെയ്ത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടറെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് 36 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ്, അവർക്ക് സ്വന്തമായിട്ടൊരു റൂം അവിടെ ഇല്ലാത്ത ഹോസ്പിറ്റൽ ഒരുപാടുണ്ട്. എന്നിട്ട് അവരൊന്ന് ഒരു സെമിനാർ ഹാളിൽ അവിടെ പോയി വിശ്രമിക്കാൻ വേണ്ടി കിടന്ന സമയത്ത് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സിവിൽ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ ഒരു വ്യക്തികളുണ്ടാവും ഹോസ്പിറ്റൽസിൽ. വർക്ക് ചെയ്യുന്ന ഒരാള് വെള്ളം അടിച്ച് ഈ ഒരു ഡോക്ടറെ ആക്രമിച്ച് ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തിരിക്കുന്നു. അത് നിസ്സാര രീതിയിലല്ല, ബ്രൂട്ടലായിട്ട് കൈയും കാലൊക്കെ ഒടിച്ച് വളച്ച് ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ന് നമ്മുടെ നാട്ടിലും പല സ്ഥലത്തും അറിയാത്തവരുണ്ട്. ഒരുപാട് മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ മാത്രം ഇതിനെതിരെ വോയിസ് റേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കോമൺ പീപ്പിൾസ് ഇതിനെതിരെ ഒരു കാര്യത്തിനോ വോയിസ് റേസ് ചെയ്യുന്നില്ല. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നേഴ്സസ്, ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ പല ആളുകളും ഓരോ ദിവസം ഒരുപാട് പേഷ്യൻസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇവര് മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എക്സ്പെക്ട് ചെയ്യാം. ആക്രമണം പല സമയത്തും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് സ്വന്തമായിട്ട് റൂം അവിടെ ഇല്ല. മെഡിക്കൽ ഡോക്ടേഴ്സിനും നഴ്സസിനും ആർക്കും തന്നെ അവിടെ റൂമും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. പല ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഇല്ലാത്തൊരു സംവിധാനമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കൊന്ന് വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ഈ 36 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് വെള്ളം പോലും കുടിക്കാൻ നൈറ്റ് ഡ്യൂട്ടിയും എല്ലാം ചെയ്യുന്ന വ്യക്തികളാണ് ഈ ഡോക്ടേഴ്സും അതർ മെഡിക്കൽ സ്റ്റാഫ്സും. അവർക്കൊന്ന് വിശ്രമിക്കാൻ ഒരു ഇടം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിവിൽ വോളണ്ടിയർക്ക് ഉണ്ട് അവിടെ ഒരു റൂം. അയാൾക്ക് അവിടെ ഇരിക്കാനും വെള്ളം അടിക്കാനും അവിടെ റൂമുണ്ട്. ഈ ഒരു ഡോക്ടർക്ക് അവിടെ വിശ്രമിക്കാൻ എന്താണ് റൂമില്ലാത്ത? ഇതിനെതിരെ ആർക്കും ഇത്രയും കാലമായി മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സിനും ഇതിനെതിരെ വയലൻസ് തുടങ്ങിയിട്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഒരുപാട് കാലം മുമ്പോട്ട് തുടങ്ങിയേക്കുന്നതാണത്. 31 വയസ്സായ ആ ഒരു ഡോക്ടറെ ഇത്രയും അധികം ബ്രൂട്ടലി റേപ്പ് ചെയ്ത് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ചെയ്യാൻ പറ്റിയെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഇല്ലേ? നൈറ്റ് ഡ്യൂട്ടിക്ക് സെക്യൂരിറ്റി ഇല്ലേ അവിടെ? പിന്നെ എന്ത് ഫെസിലിറ്റീസ് ആണ് അവിടെ ഇവർക്ക് മെഡിക്കൽ സ്റ്റാഫിനുള്ളത്? റൂമില്ല, ഒന്ന് വിശ്രമിക്കാനില്ല. ഇതൊന്നും ഇല്ലാണ്ട് ഇവരുടെ സേഫ്റ്റി എങ്ങനെയാണ് എൻഷുർ ചെയ്ത് ഇത്രയും കാലം ഒരു ഹോസ്പിറ്റൽസ്? ഇപ്പോഴും പല ഹോസ്പിറ്റൽസ് ഉണ്ട്. പേഴ്സണലി ഞാൻ ഒരു നേഴ്സാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പല ഹോസ്പിറ്റൽസിലും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അവർക്ക് വിശ്രമിക്കാനോ അവർക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കാനോ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഇപ്പോഴും ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു സെക്യൂരിറ്റി ഇല്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഞാൻ ഒരു ഇൻസിഡന്റ് കണ്ടിട്ടുണ്ട്. ഡോക്ടേഴ്സിനെ മർഡർ ചെയ്യുന്ന മുഖത്ത് നോക്കി പറയുന്ന ഒരു ഇൻസിഡന്റ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സൈക്യാട്രിക് ഹോസ്പിറ്റലിലും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് സെക്യൂരിറ്റി അത് നിർബന്ധമാണ്. അത് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ആക്രമണം അവർക്ക് പ്രതീക്ഷിക്കാം. മെഡിക്കൽ സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ്സ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വിശ്രമിക്കാൻ കിടക്കുമ്പോൾ അവിടെ കുറെ ആൾക്കാരുണ്ട്. അവിടെ ഒരുപാട് ആളുകളുണ്ട്. സ്റ്റാഫ് ആണെന്ന് പറഞ്ഞ പോലെ കുറച്ച് ആളുകളുണ്ട്. സിവിൽ വോളണ്ടിയർ പോലെ കുറച്ച് ആളുകളുണ്ട്. ഇവർ കിടക്കുന്നതൊക്കെ നോക്കി ഒരു വൃത്തിയായിട്ട കണ്ണിൽ കാണുന്ന, ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള കാര്യമാണ്, വൃത്തിയായിട്ട കണ്ണുകൾ ഇങ്ങനെ നോക്കി പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ എടുക്കുമ്പോൾ സിവിൽ വോളണ്ടിയർ ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സിവിൽ വോളണ്ടിയർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇതിനു മുമ്പും ഇതുപോലെ ഓരോ ക്രൈംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല സ്റ്റേറ്റുകളിലും മെഡിക്കൽ കോളേജസിലും നഴ്സിംഗ് കോളേജസിലും ഫിസിയോതെറാപ്പിസ്റ്റ് അവരുടെ കോളേജുകളിലും ഹോസ്റ്റലില് വാർഡനായിട്ട് നിയമിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ എന്ത് യോഗ്യത നോക്കിയിട്ടാണ് വാർഡനെ നിയമിക്കുന്നത്?
പേഴ്സണലി എനിക്ക് കുറെ ഹോസ്റ്റൽസ് അറിയാം. ഗേൾസ് ഹോസ്റ്റലിൽ വാർഡൻ പക്ക ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ പിടിച്ച് വാർഡനാക്കി നിർത്തിയേക്കണം പല സ്ഥാപനങ്ങളും ഇപ്പോഴും ഉണ്ട്. ഇവരെന്ത് എന്ത് സെക്യൂരിറ്റി എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ പിടിച്ച് ഈ ഹോസ്പിറ്റൽസിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നിയമിക്കുന്നത്? ഇവർക്ക് അതൊക്കെ പോട്ടെ, ഇവർക്ക് റൂമുണ്ട് വിശ്രമിക്കാൻ, മെഡിക്കൽ സ്റ്റാഫിന് റൂം വേണ്ടേ? ഇവര് കഷ്ടപ്പെട്ട് ഇത്രയും ഇപ്പൊ ചിലവരുണ്ട് ചോദിക്കുമ്പോൾ പറയും അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ ഈ റീസെന്റ് ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തൊരു ആളുണ്ട്, നമ്മുടെ ഡോക്ടേഴ്സിനും നമ്മുടെ നേഴ്സസിനും മെഡിക്കൽ സ്റ്റാഫിനും ഒക്കെ സപ്പോർട്ട് ചെയ്ത സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ. അതിനകത്ത് ഞാനൊരു പോസിറ്റീവായിട്ട് ഒരു കമന്റ് ഇട്ട് അതിന് റിപ്ലൈ അടിച്ച ഒരു വ്യക്തി, അത് ആ അക്കൗണ്ട് മേരി എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. സ്റ്റിൽ ഞാൻ ആലോചിക്കുകയാണ്, മെഡിക്കൽ സ്റ്റാഫ്സും മോശമൊന്നുമില്ല, നഴ്സുമാരും മോശമൊന്നുമില്ല, അവരും പല രീതിയിലും ആൾക്കാരോട് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇവിടെ പറയാൻ കാരണം ഇവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ഈ ഇവിടുത്തെ ആളുകൾ മെഡിക്കൽ സ്റ്റാഫിന്റെ എതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഷ്യൻസിന് എന്തെങ്കിലും ഒരു അപമാനം ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് അത് ഫീഡ്ബാക്കോ കംപ്ലൈന്റ് ചെയ്താനുള്ള ഒരു ബോക്സ് എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. നിങ്ങൾക്ക് അത് പരാതി കൊടുക്കാം, ഡയറക്റ്റ് നിങ്ങൾക്ക് പരാതി കൊടുക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവരങ്ങളെങ്ങനെ പെരുമാറി എന്ന് പരാതി കൊടുക്കാം. ഒരുപാട് പേര് ഇപ്പോഴും സഹിക്കുന്നുണ്ട്. പേഴ്സണലി ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ സോഡിയം കുറഞ്ഞിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റ് ഡീൽ ചെയ്യാൻ പോയപ്പോൾ അവിടെ കൊളറെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചായിരുന്നു. ഇതൊക്കെ സഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും അത് അത്ര വലിയ പ്രശ്നമല്ല. നമുക്ക് ചില ആളുകളും അതിക്രൂരമായി ചിലപ്പോൾ ചെയ്യും. ഭിത്തി പിടിച്ച് നിൽക്കണം പകരം വേറെ എല്ലാം കമ്പ്യൂട്ടർ തലക്കടിച്ച് അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതാണ് നമ്മളെ പണ്ട് തൊട്ടേ പറയുന്നത്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിന് അതുപോലെ സൈക്കാട്രിക് കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ. അവർക്ക് വേണ്ടി ഒരു സെക്യൂരിറ്റി, അവരുടെ ലൈഫ് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ ഒരു സെക്യൂരിറ്റി അറ്റ്ലീസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും ഒരു പോലീസുകാരെ വെക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് ചെയ്യുമോ ഈ തവണയെങ്കിലും അത് ചെയ്യുമോ? ഇതിപ്പോ 1 2 കേസസ് ഒന്നുമല്ല. ഇനിയെങ്കിലും ഇവരുടെ സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്തേ പറ്റൂ. ഭൂരിപക്ഷം പേരും മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സ് ഫീമെയിലാണ്, നേഴ്സിൽ ഒരു 90% ഫീമെയിലാണ്. എന്നിട്ട് ഇവർ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ അവരിങ്ങനെ പോയി, ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നത്. അവരിങ്ങനെ നോക്കി ഒരു കാമ കണ്ണുകളിൽ ഇങ്ങനെ നോക്കും അവരെ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഈ വെള്ളം അടിച്ചിട്ട് ആക്രമിച്ചത്. അതും അതിക്രൂരമായി. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നതെന്ന് ആലോചിക്കണേ. അതിക്രൂരമായി എന്ത് തെറ്റ് ചെയ്തു ഇവര്? ഡോക്ടേഴ്സ് എന്ത് തെറ്റ് ചെയ്തു? ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് വിശ്രമിച്ചാണോ? അവരും ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഇൻസിഡന്റ് ഫേസ് ചെയ്യുന്നവരാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാം, ഈ സ്റ്റുഡൻസിനെ, ഈ നേഴ്സിംഗ് സ്റ്റുഡൻസിനെയൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് കൊണ്ട് ഇറക്കി വിടും. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും കാട്ടിലേക്ക് കൊണ്ട് ഇറക്കി വിട്ടിട്ട് സർവേ ചെയ്തിട്ട് വരാം. എന്ത് സെക്യൂരിറ്റിയാണ് ഇവർ കൊടുക്കുന്നത്? ആരും ഇല്ല. കാട്ടിലേക്ക് കൊണ്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ ആ വീടുകളിൽ പോയി ഒരു വീട്ടിലേക്ക് സർവേ എന്ന് പറഞ്ഞ് വിടുക അങ്ങോട്ട്. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് ഈ ഫീൽഡിലുള്ള പിള്ളേരെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും ഡോക്ടേഴ്സിനെയും എല്ലാവരെയും ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാണ്ട് അങ്ങ് വിടുവാണ് എല്ലാ പേഷ്യൻസിനെ ഡീൽ ചെയ്തോളാൻ പറഞ്ഞു. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എപ്പോൾ വേണ്ട ഒരു ആക്രമണം. ആ പേഷ്യന്റിന്റെ ലെവൽ ഓഫ് കോൺഷ്യസ് എത്രത്തോളം നമുക്കറിയില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ വയലന്റ് ആവാം, അവർ എന്തുകൊണ്ടും ചെയ്യാം. നോൺ മെഡിക്കൽ ഫീൽഡിലുള്ള ആർക്ക് ഇതിനെപ്പറ്റി ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. എന്തുകൊണ്ടാണ് ഇവർ ഒരു സ്ത്രീ അവരെ ഇത്രയും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തതിന്റെ എതിരെ ഒരു വോയിസ് റേസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇനി ഇങ്ങനൊരു ഇൻസിഡന്റ് നമ്മുടെ രാജ്യത്ത് വരാൻ പാടില്ല. അതിന് വരരുത്. നമ്മുടെ സിസ്റ്റം അത് മേക്ക് ഷുവർ ചെയ്തേ പറ്റൂ. കുറെ ടോക്സിക് ആയ വ്യക്തികളുണ്ട്. ഡോക്ടേഴ്സ്, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അവർക്ക് കാശ് കിട്ടുന്നുണ്ട്, നേഴ്സുമാർ കാശ് കിട്ടുന്നുണ്ട്, അവർക്ക് അങ്ങനെയാണ്, അവർക്ക് ഇതായിപ്പോ. നിങ്ങൾക്ക് എന്ത് ലൈസൻസ് ആണ് നിങ്ങളുടെ നാവിനുള്ളത്? കാശ് കിട്ടുന്നുണ്ട്. അവർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിക്കാണ് കിട്ടുന്നത്. 36 മണിക്കൂർ പണിയെടുത്ത് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉറങ്ങാണ്ടിരുന്ന് അങ്ങനെ ചെയ്യുന്ന പണിക്കാണ് അവർക്ക് കാശ് കിട്ടുന്നത്. മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവരും ഡോക്ടേഴ്സ്, ഇവരൊക്കെ ലൈഫ് സേവർ ആണ്. മനുഷ്യരുടെ ജീവിതം, ലൈഫ് സേവ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഒരുപാട് പേരുണ്ട് കാശ് കിട്ടുന്നില്ലേ. എന്തടിസ്ഥാനം? നിങ്ങൾക്ക് അറിയുന്നില്ലേ? നിങ്ങളിതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്? നാളെ ഇനി ഒരുപാട് സ്റ്റേറ്റിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അവരിത് അറിഞ്ഞിരിക്കണം. കാരണം അവർ സേഫ് അല്ല. ഇവിടെ അവർ സേഫ് അല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഹോസ്പിറ്റൽസ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എപ്പോഴും. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കൊൽക്കത്തയിൽ ഇത്രയും ഡോക്ടർമാരെ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്.